ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പല രീതിയിലും റെഡിയാക്കി എടുക്കാറുണ്ട് അല്ലേ കടലക്കറി. ഇത് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ മസാല ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയും കൂടാണ്. എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പ് കടല ഞാൻ തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സവാള, അതായത് വലിയുള്ളി, അതേപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ചധികം തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, അതും കൂടെ നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടികളായിട്ടൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി മാത്രമേ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്. നമ്മൾ കടലിൻ്റെ ആ ഒരു ലെവലിൽ, ഒരുപാട് വെള്ളം വേണ്ട, കടലിൻ്റെ ആ ഒരു ലെവലിലാക്കിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കടൽ ഞാൻ എന്താ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ സവാളയൊക്കെ വലിയ കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കടല നമുക്കിതൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. കാരണം നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് കറിക്ക് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടല ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ തിക്ക് വേണമെന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നല്ല തിക്ക് ഉണ്ടാവും കറിക്ക്. ഇനി ഇത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് വറവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടല വേവിച്ചത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് വറവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കുക്കറിലേക്ക് തിരിച്ചൊഴിക്കരുത്, ഇതുപോലെ ചട്ടിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇനിയും ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 സാധനങ്ങളും കൂടാണ് ചേർക്കാനുള്ളത്. കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അത് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇതൊന്ന് തിളച്ച് തരണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാത്ത, നമ്മൾ ഒരുപാട് രീതിയിൽ റെഡിയാക്കി നോക്കാറുണ്ട് അല്ലേ. തേങ്ങ അരച്ചിട്ടും അതുപോലെ തന്നെ മല്ലിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ഈസിയാണ്. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ കുറച്ച് കടലൊക്കെ അതിൽ ഉടച്ചിട്ട് കൊടുത്തുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാതെ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചൂട് പുട്ടിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കറി ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് കടലൊന്ന് ഉടച്ചിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കറി ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.